വെൽക്കം ടു സ്വീറ്റ് ആൻഡ് സാർ. നോമ്പുകാലത്ത് ഓരോ നാട്ടിലും അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തരിക്കഞ്ഞി ഉണ്ടാവും, ഹൈദരാബാദിലാണെങ്കിൽ ഹലീം ഉണ്ടാവും, ഏതെങ്കിലും അറബ് കൺട്രീസിലാണെങ്കിൽ ഹരീസ് ഉണ്ടാവും, ഷൊർബ ഉണ്ടാവും. അപ്പോൾ നമുക്കിന്ന് സൗദിയിലെ സ്പെഷ്യലായിട്ടുള്ള ഷുർബ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ബോണുള്ളതോ ഇല്ലാത്തതൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നുറുക്ക് ഗോതമ്പാണ്. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഒരു മാഗി ചിക്കൻ സ്റ്റോക്ക് ക്യൂബിൻ്റെ ഒരു 1/4 പീസ് ഉണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു ഉള്ളി, ഒരു പച്ചമുളക്, ഒരു കറുകപ്പട്ട. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇനിയൊരു കുക്കർ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് നമുക്ക് കറുകപ്പട്ടയും മാഗി ക്യൂബും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എടുത്ത് വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ആ തക്കാളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആ ചിക്കനും കൂടെ ഇനി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഷുർബയിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പക്ഷേ അതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം ചിക്കൻ മാഗി സ്റ്റോക്ക് ക്യൂബിൽ ഉപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഈ സ്റ്റേജിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വീറ്റ് മെഷർ ചെയ്തിരുന്ന ആ സെയിം ബൗൾ തന്നെ ഉപയോഗിച്ച് അതിന് 3 ബൗൾ ഓഫ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. വെള്ളം ഒന്ന് ശരിക്ക് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആ ഗോതമ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ വെള്ളത്തിൽ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിൽ ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ഗോതമ്പ് വേവുള്ളൂ. ഇത് നമുക്ക് ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓട്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷുർബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ട് വെച്ചെങ്കിൽ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ കാരണം ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ ചിക്കൻ ഷോർബ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി കാണാം. ബൈ.